കുവൈത്തിലെ ദുരന്ത പശ്ചാത്തലത്തിൽ ഇന്ന് ആരംഭിക്കാനിരിക്കുന്ന ലോക കേരള സഭയുടെ ഉദ്ഘാടന സമ്മേളനവും ആഘോഷങ്ങളും ഒഴിവാക്കിയിരുന്നു. ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഉദ്ഘാടന സമ്മേളനവും സെമിനാറും അനുബന്ധ പരിപാടികളുമാണ് ഒഴിവാക്കിയിരിക്കുന്നത്. 14-15 തീയതികളിൽ ലോക കേരള സഭ സമ്മേളനം നിശ്ചയിച്ച പ്രകാരം തന്നെ നടക്കും. അതേസമയം സമ്മേളനത്തിൽ ബഹിഷ്കരണം തുടരുകയാണ് പ്രതിപക്ഷം. അക്രമികളുടെ പരിപാടിക്കില്ല എന്നുള്ള നിലപാട് ഗവർണറും ഇന്നലെ ആവർത്തിക്കുകയുണ്ടായി. എസ് ശാലിനിയാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. ശാലിനി, വെരി ഗുഡ് മോർണിംഗ്. ഈ ലോക കേരള സഭ എന്തിന് നടത്തുന്നു എന്നുള്ള ചോദ്യം പോലും പ്രവാസികളുടെ ഭാഗത്തു നിന്ന് പോലും ഉണ്ടാവുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. കാരണം നമുക്ക് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ നിരവധി പേർ അപ്രകാരമുള്ള ഒരു പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ഇനി പ്രതിപക്ഷമാവട്ടെ ഇത് ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. അനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ലോക കേരള സഭയുടെ 4ാം എഡിഷനാണ് ഇന്ന് തുടക്കമാകാൻ ഇരുന്നത്. പക്ഷേ കുവൈറ്റിലെ ദുരന്ത പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് നടത്തേണ്ട ഉദ്ഘാടന സമ്മേളനം, ഒപ്പം തന്നെ ചില സെമിനാറുകൾ അടക്കമുള്ള ചടങ്ങുകൾക്ക് താൽക്കാലികമായ ഒരു റദ്ദാക്കൽ നടപടി ഉണ്ടായിട്ടുള്ളത്. നാളെയും മറ്റന്നാളും നിശ്ചയിച്ച പ്രകാരം തന്നെ സമ്മേളനത്തിന് നടപടികൾ നടത്തും എന്നുള്ളതാണ് സർക്കാർ സംവിധാനങ്ങൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. 14-15 തീയതികൾ ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം നിയമസഭാ ഹാളിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് പ്രവാസി സമ്മേളനങ്ങൾ, വിവിധ വിഷയങ്ങളിലെ സമ്മേളന നടപടികളും സെമിനാറുകളും ഒക്കെ തന്നെ സംഘടിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതേസമയം തന്നെയാണ് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഈ ലോക കേരള സഭയുമായി മുന്നിട്ട് നിൽക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 3 എഡിഷനുകളിലായി നടത്തിയ ലോക കേരള സഭ എന്തിനെന്ന ചോദ്യമാണ് ഈ 4ാം സമ്മേളന കാലയളവിലും പ്രതിപക്ഷം ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഇത്തരത്തിലൊരു സമ്മേളനത്തിൽ പങ്കെടുക്കില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അതേ നിലപാടിൽ തന്നെയാണ് സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും രംഗത്തെത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നിരവധി തവണ ചീഫ് സെക്രട്ടറി അടക്കമുള്ളവർ അദ്ദേഹത്തിനെ നേരിട്ടെത്തി ക്ഷണിക്കുന്ന നടപടി അടക്കമുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ നിന്ന് വിട്ടു നിൽക്കും എന്നുള്ളതാണ് നിലവിൽ അദ്ദേഹം അറിയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഒരു സമയം, ആ ഒരു സാമ്പത്തിക പ്രതിസന്ധിക്കിടെ ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ വൈകുന്ന ഒരു സാഹചര്യത്തിലും കുടിശ്ശിക കിടക്കുന്ന ഒരു സമയത്തും ഇത്തരത്തിലൊരു ലോക കേരള സഭ ആർഭാടം കാണിക്കാൻ വേണമോ എന്നൊരു ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. അത് മാത്രമല്ല, രൂക്ഷമായ ഭാഷയിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതിനെ വിമർശിക്കുന്ന ഒരു സമീപനം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അക്രമികളുടെ പരിപാടി എന്ന് ആവർത്തിച്ചാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വിമർശനം ലോക കേരള സഭയ്ക്കെതിരെ ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ 2 തവണയിലധികമായി മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇതേ നിലപാടിൽ തന്നെ തുടരുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. സമാനമായി തന്നെയാണ് പ്രതിപക്ഷവും അതേ നിലപാടിൽ തുടരുന്നത്. ഇത്തവണത്തെയും ലോക കേരള സഭയിൽ തങ്ങൾ പങ്കെടുക്കില്ല, പൂർണ്ണമായും ബഹിഷ്കരണം തുടരുമെന്നുള്ളതാണ് പ്രതിപക്ഷം അടക്കമുള്ളവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളടക്കം നിയമസഭാ സമ്മേളനങ്ങൾ തുടരുകയാണ്. വിവിധ വിഷയങ്ങളിൽ അടിയന്തര പ്രമേയം അടക്കം അവതരിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷം തീർക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതേ ഘട്ടത്തിൽ തന്നെയാണ് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ തന്നെ ഈ നടക്കുന്ന ലോക കേരള സഭയിൽ ഇത്തരത്തിൽ അതിരൂക്ഷമായ വിമർശനവും എതിർപ്പും ഒക്കെ തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ തവണയടക്കം ലോക കേരള സഭയുടെ എഡിഷന്റെ ഭാഗമായി വിവിധ രാജ്യങ്ങളിൽ വെച്ച് സമ്മേളനങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇതിനൊക്കെ എടുത്ത പണം എവിടെ നിന്നാണ്, അല്ലെങ്കിൽ അതിന്റെ സോഴ്സ് വ്യക്തമാക്കാനോ സ്പോൺസർഷിപ്പിലൂടെയാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് മുഖ്യമന്ത്രിയും ഭരണ തലപ്പത്തുള്ള പലരും ആവർത്തിക്കുമ്പോഴും ആ സ്പോൺസർഷിപ്പുകൾ ആരൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണ് പണം എത്തിയത്, എന്തൊക്കെ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് പ്രവാസികളുടെ ക്ഷേമത്തിനും ഐക്യത്തിനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ലോക കേരള സഭ സംഘടിപ്പിക്കുന്നത് കേരളം എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം. അങ്ങനെയെങ്കിൽ തന്നെ പ്രവാസികളുടെ എന്തെല്ലാം പ്രശ്നങ്ങൾ പരിഹരിച്ചു, ഇനി എന്തൊക്കെയാണ് ഉള്ളത്, എന്തൊക്കെ തീരുമാനങ്ങൾ ഈ ലോക കേരള സഭയുടെ കഴിഞ്ഞ 3 എഡിഷനുകളിൽ എടുത്തു എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത സർക്കാർ സംവിധാനങ്ങൾക്ക് വരുത്താൻ കഴിയത്തില്ല. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രതിപക്ഷവും ബഹിഷ്കരണം തുടരുന്നത്. എന്തായാലും കുവൈറ്റിലെ ദുരന്ത പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയിട്ടുണ്ട്. സിനിമാ മേഖലയിലും ഒപ്പം തന്നെ വിവിധ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ പങ്കെടുക്കുന്ന ആഘോഷ പരിപാടികൾക്ക് താൽക്കാലികമായ ഒരു റദ്ദാക്കൽ നടപടി ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും മറുവശത്ത് ആർഭാടവും ദൂർത്തും അതേപടി തന്നെ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ലോക കേരള സഭയിലുള്ളത്. എന്തായാലും ഇന്നത്തെ ഉദ്ഘാടന സമ്മേളനം മാറ്റിയെങ്കിലും നാളെയും മറ്റന്നാളുമായി നടക്കുന്ന പരിപാടികൾക്ക് യാതൊരുവിധ മാറ്റവും ഇല്ല എന്നുള്ളതാണ് സർക്കാർ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. അനു.
ശാലിനി, ഈ പ്രവാസി സമൂഹം എന്നത് ഒരുപക്ഷെ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ സമ്പദ്ഘടനയിൽ ഏറ്റവും സുപ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് എന്നതിൽ സംശയമൊന്നുമില്ല. കാരണം നമുക്ക് ഏറ്റവും അധികമുള്ള സാമ്പത്തിക സ്രോതസ്സിൽ ഒന്ന് ഈ പ്രവാസികളുടെ ഇൻകം തന്നെയാണ്, അവർ അയക്കുന്ന പണം തന്നെയാണ്. ഇനി അവർക്കുള്ളൊരു ആഗോള സംഗമ വേദിയാക്കി മാറ്റുമെന്നൊക്കെ പറഞ്ഞാണ് ഈ ലോക കേരള സഭ ആരംഭിച്ചത് തന്നെ. ഈ രാവിലെ ഈ നെഗറ്റീവ്സ് പറഞ്ഞ് തുടങ്ങുന്നതിനോട് താല്പര്യമുണ്ടായിട്ടില്ല. പക്ഷേ ഈ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ശാലിനി പറഞ്ഞത് തന്നെയാണ്. കാരണം ക്ഷേമ പെൻഷൻ പോലും നൽകാതെ സാമ്പത്തിക പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്ന സർക്കാരാണ് ഇപ്രകാരം ലോക കേരള സഭ നടത്താനായി ഇത്രയധികം ധൂർത്ത് നടത്തുന്നത് എന്ന് ആവർത്തിക്കുന്ന വിമർശനങ്ങൾ പല കോണുകളിൽ നിന്നും ഉയരുന്ന സാഹചര്യമുണ്ട്. അത് തന്നെയാണ് കാരണം സംസ്ഥാനത്ത് കഴിഞ്ഞ 5 മാസത്തോളമായി ക്ഷേമ പെൻഷനുകൾ, പ്രത്യേകിച്ച് വിധവാ പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ, ഒപ്പം തന്നെ വിവിധ സാമൂഹ്യക്ഷേമ പെൻഷനുകൾ അടക്കം മുടങ്ങിക്കിടക്കുകയാണ്. മറുഭാഗത്ത് പല സർക്കാർ ജീവനക്കാരുടെയും ശമ്പളങ്ങൾ നൽകുന്ന തീയതിയിൽ നിന്ന് മാറി, അല്ലെങ്കിൽ അത് നൽകാനുള്ള സമയം പരിധി അവസാനിക്കുമ്പോഴും ശമ്പളം അവരുടെ കൈകളിലേക്ക് എത്തുന്നില്ല. സർക്കാരിനെതിരെ അവർ തന്നെ പ്രതിഷേധ സമരവുമായി സർക്കാർ ജീവനക്കാർ രംഗത്തിറങ്ങുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടതാണ്. KSRTC ശമ്പളം, ഒപ്പം തന്നെ ക്ഷേമ പെൻഷനുകൾ ഒക്കെ നൽകാൻ സർക്കാരിന്റെ കയ്യിൽ പണമില്ല എന്നുള്ളതാണ് അവർ ആവർത്തിക്കുന്നത്. മറുഭാഗത്താണ് ഇത്തരത്തിൽ ആർഭാടവും ധൂർത്തും ഒരു രീതിയിലും അവസാനിപ്പിക്കാതെ രണ്ടാം പിണറായി സർക്കാർ തുടരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിന് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് രാവിലെ തന്നെ ഓരോ വീടുകളിലേക്കും നെഗറ്റീവ് വാർത്ത എത്തിക്കുന്നതിൽ നമുക്ക് വിഷമമുണ്ട് എങ്കിൽ പോലും ഇത്തരത്തിൽ അഴിമതിയും കെടുകാര്യസ്ഥതയും നടത്തുക, ആർഭാടവും ധൂർത്തും ഒരു ഭാഗത്ത് തുടരുക എന്നുള്ളതാണ്. കാരണം പ്രവാസികളുടെ ക്ഷേമത്തിനും അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും ഒക്കെയാണ് ഇത്തരത്തിലൊരു ആഗോള സംഗമ വേദി. അത് വിവിധ രാജ്യങ്ങളിൽ സംഗമ വേദികൾ ഉണ്ടാക്കി തൊട്ടു പിന്നാലെ കേരളത്തിൽ ഒരു സ്ഥിരം വേദി വേണമെന്നുള്ളൊരു ആവശ്യം സർക്കാർ തന്നെ മുന്നോട്ട് വെക്കുകയും അതിന്റെ നടപടികളും ഒക്കെ തന്നെ പുരോഗമിക്കുകയും ചെയ്യുന്നത്. ഇതിനിടയിലാണ് 4ാം ലോക കേരള സഭാ സമ്മേളനം തിരുവനന്തപുരത്ത് ആരംഭിക്കാൻ പോകുകയും ചെയ്തത്. അതിനിടയിലാണ് എന്തൊക്കെ പ്രവാസികൾക്ക് വേണ്ടി ക്ഷേമം ചെയ്തു, പ്രത്യേകിച്ച് നമുക്കറിയാം പ്രളയ സമയത്തടക്കം കേരളത്തെ വലിയ രീതിയിൽ സഹായിച്ച അല്ലെങ്കിൽ അവരെ ചേർത്ത് പിടിച്ച ആളുകളാണ് പ്രവാസികൾ. പക്ഷെ ആ സമയത്തൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് എത്രത്തോളം ചെയ്തു, അല്ലെങ്കിൽ ഈ സംഗമ വേദികളൊക്കെ തന്നെ പ്രവാസികളുടെ ക്ഷേമ പ്രവർത്തനത്തിന് വേണ്ടിയാണോ എന്നുള്ളതാണ് വലിയ രീതിയിലൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്. എന്തായാലും ഒരു ഭാഗത്ത് ആർഭാടവും ധൂർത്തും അതേസമയം തന്നെ സർക്കാർ തുടരുകയാണ്. മറുഭാഗത്ത് ഇത്തരത്തിൽ ക്ഷേമ പെൻഷനുകളും ഒപ്പം തന്നെ സാധാരണ ആളുകളുടെ കൈകളിലേക്ക് എത്തേണ്ട അവരുടെ ക്ഷേമ പദ്ധതികൾ അടക്കം വൈകുന്ന ഒരു സാഹചര്യം കൂടിയാണ് സർക്കാർ സംവിധാനത്തിൽ നിന്നുണ്ടാകുന്നത്. എന്തായാലും അതിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം സർക്കാരിനെതിരെ ഉയരുന്നുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും ഈ ലോക കേരള സഭയിൽ നിന്ന് ഇത്തരത്തിൽ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നീങ്ങുമ്പോൾ വീണ്ടും ഒരു ലോക കേരള സംഗമം നടത്തുന്നതിനെതിരെ വിമർശനവും ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തവണയും ബഹിഷ്കരണ പ്രതിപക്ഷം തുടരുകയും ചെയ്യുന്നത്. എന്തായാലും സർക്കാർ സംവിധാനങ്ങൾ മൗനം തുടരുന്ന ഒരു സാഹചര്യം കൂടി ഈ ഘട്ടത്തിലുണ്ട്. അതേസമയം തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സർക്കാരിനെതിരെ ഉയരുകയുമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഈ ലോക കേരള സഭ ചേർന്നിട്ട് എന്തൊക്കെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ പ്രവാസികൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു എന്നുള്ളൊരു ചോദ്യം അത് ഈ 4ാം എഡിഷനിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും വിമർശനങ്ങൾ തുടരുന്നതിനിടെ തന്നെയാണ് ഈ കുവൈറ്റിലെ ദുരന്ത പശ്ചാത്തലത്തിൽ ചെറിയ തോതിലെങ്കിലും ആഘോഷങ്ങൾ കുറച്ചുവെങ്കിലും നാളെയും മറ്റന്നാളും മറ്റു പരിപാടികളും സെമിനാറുകളും ഒക്കെ തന്നെയാണ് സർക്കാർ സംഘടിപ്പിച്ചിട്ടുമുള്ളത്. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.